ഹലോ, ഒരു ഗുണ്ടുമണീനെ കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ആൾ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ളതാ. ഇവിടെ ആൾക്കാരെ നടന്നു പോകാനൊന്നും സമ്മതിക്കില്ല. ആൾക്കാരെ കാലിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്ന് ഉരുണ്ട് വരണ്ട് കളിക്കും. അവിടെ എല്ലാവരും ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫുഡും വെള്ളമൊക്കെ ഇങ്ങനെ റൂമിൻ്റെ സൈഡിലും ഷോപ്പിൻ്റെ സൈഡിലായിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ വെച്ച് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് ഒന്നും പ്രശ്നമില്ല. ആൾക്കെന്തോ തടവി കൊടുക്കേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കളിക്കുന്നത്. ഇതൊരു ചെറിയ ഫാമിലിയാട്ടോ. കുട്ടൂൻ്റെ ഗ്യാരേജിലുള്ളതാ. അച്ഛനും അമ്മയും കുട്ടിയും. കുട്ടീനെ കാണാൻ നല്ല ഭംഗിയില്ലേ? അമ്മേനെ പോലെ തന്നെയുണ്ട്. നല്ല ക്യൂട്ടല്ലേ? അവരവിടെ തന്നെയാണ് താമസം. പിന്നെ സാറ്റർഡേ നൈറ്റ് പതിവ് പോലെ തന്നെ നടക്കാൻ ഇറങ്ങി. എവിടെയെങ്കിലും കുറച്ച് ദൂരത്ത് പോകാമെന്ന് കരുതി ഇറങ്ങിയതാ. കുട്ടു പറഞ്ഞ് ടാക്സി പിടിച്ചിട്ട് പോകാമെന്ന്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞ് നമുക്ക് നടന്നിട്ട് പോകാം, ടാക്സിയിലൊന്നും പോകണ്ടെന്ന്. തുടക്കത്തിലുള്ള എൻ്റെ വർത്തമാനം മാത്രമേ ഉള്ളൂ. എനിക്ക് 2 സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് കാലുവേദനയും നടുവേദനയും ആകെ ഒരു ക്ഷീണമൊക്കെ തോന്നി തുടങ്ങി. അത് പണ്ടേ എനിക്ക് അങ്ങനെയാണ്, ഭയങ്കര മടി തന്നെ നടക്കാൻ. അപ്പോൾ പറയും, ഞാൻ നാട്ടിൽ നിന്നൊക്കെ നടന്ന് 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ പറയും ഓട്ടവിളിന്ന്. ഇതിങ്ങനെ നടന്ന് ഇത് നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരു പാർക്കുണ്ട് സൈഡിൽ. ഇപ്പോൾ നൈറ്റ് കുറച്ച് തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും പുറത്ത് ഇപ്പോൾ കൂടുതലായിട്ട്, അല്ലെങ്കിലും ഇവിടെ അധികം ആൾക്കാരും നൈറ്റ് ടൈം പുറത്തുണ്ടാവും. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് എല്ലാവരും പുറത്ത് ഇറങ്ങി ഫുഡ് കഴിക്കാനും ചുമ്മാ ഇങ്ങനെ പാർക്കിലൊക്കെ ഇരിക്കാനും കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങി. പിന്നെ ഇങ്ങനെ നടന്നെന്ന് വെച്ചാൽ വല്ലാത്തൊരു നടത്തായിരുന്നു. ഒരു 2 മണിക്കൂർ നേരം അങ്ങാനും നടത്തം തന്നെയായിരുന്നു. നടന്ന് കാലിൻ്റെ അടപ്പളകി. ഞാൻ ഏത് നേരത്താണോ ഇങ്ങനെ പറഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇങ്ങനെ പറയുന്നതിനും കുട്ടൂൻ്റെ അടുത്ത്, ഇതെപ്പോൾ എത്തൂ, നമ്മൾ പോകുന്നത്, എവിടെയെങ്കിലും എത്തുമോ, എവിടെയെങ്കിലും ഇരിക്കുമോ, എവിടെയെങ്കിലും നിൽക്കുമോ എന്നെല്ലാം ചോദിക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ നാഷണൽ ഡേ ആവാറായതുകൊണ്ട് ഇവിടെ ഫ്ലാഗിൻ്റെ കളറിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. എല്ലായിടത്തും ഫ്ലാഗെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നലിലെത്തി. ഇവിടെ ഒരു ക്ലോക്ക് ടവർ പോലെ ഉണ്ട്. അവിടെ ക്ലോക്ക് ടവർ ഓർ ക്ലോക്ക് റൗണ്ട് പോയിട്ടോ അങ്ങനെ എന്തോ പറയുന്നേക്കാം, എനിക്കറിയില്ല. അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ്. കുറച്ച് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന് കരുതി. ഇവിടെ ഒരുപാട് കളറ് സീനിയൊക്കെ ഉണ്ട്, ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പല സ്ഥലത്തും ഇപ്പോൾ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം തണുപ്പ് വരുന്നതുകൊണ്ടാവാം, തണുപ്പ് വരുന്ന സമയത്താന്ന് തോന്നുന്നു ഇവിടെ അധികവും ചെടിയൊക്കെ വെക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ കണ്ടുവരുന്ന അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് അതിൻ്റെ ഉച്ച വരെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തും കുറേ നടന്നും ഇരുന്നും ഒക്കെ സമയം കളഞ്ഞു. ഞാൻ പോകുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അതിൻ്റെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് സമയം അവിടെ ഇരുന്ന് എന്നിട്ട് നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങി. നടത്തെന്നെല്ലാം പറഞ്ഞാൽ വല്ലാത്ത നടത്തം. ഫോട്ടോ കിട്ടാത്തതിന് ചെറിയ ദേഷ്യമുണ്ട് എനിക്ക്. പിന്നെ ഒരു മാർക്കറ്റ് പോലത്തെ സ്ഥലത്തെത്തി. അപ്പുറത്തും ഇപ്പുറത്തും, അതായത് 2 സൈഡിലും ഒരുപാട് സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു മാർക്കറ്റ്. ഇത് കാണുമ്പോൾ എനിക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയോ ഓർമ്മ വരുന്നത്. അവിടെ 2 സൈഡിലും ഒരുപാട് ഷോപ്പ് ഉണ്ടാവില്ലേ, അവിടെ നിറച്ചും ഇങ്ങനെ വെച്ചിട്ടില്ലേ. പെട്ടെന്ന് എന്തോ എനിക്ക് അങ്ങനെ തോന്നി. നാടിനെ പറ്റി എപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് എന്തോ അത് തോന്നി. ഇവിടെ ചെറിയ വിലക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് ഷോപ്പുണ്ട്. മറ്റേ ഡേ ടു ഡേ മാതിരി തന്നെ 5 ദറം 10 ദറം എന്നെല്ലാം മറ്റേ അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടുന്ന് സാധനമൊന്നും വാങ്ങിയില്ല. ഇങ്ങനെ ചുമ്മാ നടന്ന് വെറുതെ കാണാനൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങി. ദാഹിക്കുന്നതുകൊണ്ട് ഈ വെള്ളം കുടിച്ചിട്ട് ഞാൻ എൻ്റെ ദാഹം മാറ്റിയിട്ടൊന്നുമില്ല, ദാഹം കൂടുക ചെയ്ത്. ആ വെള്ളം കുടിച്ച് എന്തായാലും മാറൂലല്ലോ, ദാഹം കൂടുകയല്ലേ ചെയ്യൂ. ഞാൻ അങ്ങനത്തെ പണി എടുത്തു വെക്കൂ. പിന്നെ ഇവിടെയല്ലോ ഈത്തപ്പഴം വീണിട്ട്
ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നുണ്ട്. ചീഞ്ഞ് കിടക്കുക വെച്ചാൽ ഇങ്ങനെ ആരെല്ലോ ചവിട്ടി ചീച്ച കിടക്കാൻ തോന്നും, വീണത്ത് കിടക്കുന്നതാന്ന് തോന്നും. ഇപ്പം അതിൻ്റെ സീസണെല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ ആ വെള്ളവും കുടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ എൻ്റെ ഭാഷ, ഞാൻ കണ്ണൂരാണ്, അപ്പം എൻ്റെ കണ്ണൂർ ഭാഷ കുറച്ചുണ്ടാവും. പിന്നെ എൻ്റേതായ ഭാഷയും ഉണ്ടാവും. അതുകൊണ്ട് അതിനെല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, മനസ്സിലാകത്തുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസ് കാണുക. താങ്ക് യു.